ശ്രീനാരായണപുരം പള്ളിനടയിൽ വീട്ടുജോലിക്കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് സ്വർണമാല കവർന്നു. പനങ്ങാട് സ്വദേശിനി ജയക്കാണ് കുത്തേറ്റത്. പ്രതി കസ്റ്റഡിയിലെടുത്ത് സൂചന. തൃശൂർ കോർപ്പറേഷനിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മേയറും ഡെപ്യൂട്ടി മേയറും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേയർ MK വർഗീസ് തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായേക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. ചേലക്കര ആറ്റൂരിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. തുടർച്ചയായി ആന ഇറങ്ങുന്നത് വനം വകുപ്പിന്റെ വീഴ്ചയാണെന്ന് നാട്ടുകാർ. കാലടി കല്ലാല എസ്റ്റേറ്റിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. പാലിയേക്കര ടോൾ പിരിവ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. ടോൾ കരാർ കമ്പനിയെ പുറത്താക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുക്കണമെന്ന് ജോസഫ് ടാജറ്റ്. പഴയന്നൂർ ചെറുകര മേപ്പാടത്തുപറമ്പിൽ അടുക്കളയിലെ പാചകവാതകത്തിൽ നിന്ന് തീ പടർന്ന് അമ്മയ്ക്കും മകൾക്കും പൊള്ളലേറ്റു. പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലിയ ശബ്ദത്തോടെ അടുക്കളയിലെയും ഹാളിലെയും ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിച്ചതായി നാട്ടുകാർ. കരാട്ടെ പരിശീലകയായ നവവധു വീട്ടിൽ മരിച്ച നിലയിൽ. അന്നമനട എടയാറ്റൂർ സ്വദേശിനി ആയിഷയാണ് മരിച്ചത്. യാത്രാ ദുരിതത്തിൽ വലഞ്ഞ നാട്ടുകാർ. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ അടിപ്പാത വേണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. ശ്രീനാരായണപുരം പള്ളിനടയിൽ വീട്ടുജോലിക്കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് സ്വർണമാല കവർന്നു. 3 പവന്റെ സ്വർണമാലയാണ് അക്രമി പൊട്ടിച്ചെടുത്തത്. 25-ാം കല്ലിന് സമീപം AKG റോഡ് ഭാഗത്ത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പനങ്ങാട് സ്വദേശി കരീപ്പാടത്ത് അരവിന്ദാക്ഷന്റെ ഭാര്യ ജയക്കാണ് കുത്തേറ്റത്. തയ്യിൽ വിശ്വനാഥൻ എന്ന ആളുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പിന്നിലൂടെ വന്ന ആളാണ് ആക്രമണം നടത്തിയത്. ദേഹത്ത് 5 ഇടത്തായി കുത്തേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഇവരെ തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി നവാസ് ചേരുന്നു. പരിക്കേറ്റ സ്ത്രീയുടെ നില സാരമുള്ളതാണോ? പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ നവാസ്? സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. AKG നഗർ സ്വദേശിയായ വിജേഷിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതേസമയം ജയയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൊടുങ്ങല്ലൂർ DSP VK രാജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് AKG നഗറിലുള്ള വീട്ടിൽ ജോലിക്ക് വന്ന ജയയെ വിജേഷ് ആക്രമിച്ച് സ്വർണ്ണമാല കവർന്നത്. വിജേഷിനെ വൈകാതെ തന്നെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സൂര്യ. ശരി നവാസ്. ഇന്ന് ഉച്ചയോടെയാണ് ശ്രീനാരായണപുരം പള്ളിനടയിൽ വീട്ടുജോലിക്കാരിയെ കുത്തി പരിക്കേൽപ്പിച്ചത്. കുത്തേറ്റ പനങ്ങാട് സ്വദേശിനി ജയയ്ക്ക് സാരമായ പരിക്കുകളാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് നവാസ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തൃശൂർ കോർപ്പറേഷനിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മേയറും ഡെപ്യൂട്ടി മേയറും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേയർ MK വർഗീസ് തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായേക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. തൃശൂർ കോർപ്പറേഷൻ വിവാദങ്ങളിൽ നിറയുന്നു. ഭരണപക്ഷത്ത് തന്നെയുള്ള ചേരിതിരിവ് ഏറെ ചർച്ചയാവുന്നു. കഴിഞ്ഞ ദിവസം അരിസ്റ്റോ റോഡ് നിർമ്മാണത്തെക്കുറിച്ചുള്ള വാർത്തയിൽ നമ്മളത് കണ്ടു. മേയർ ഉദ്ഘാടനം ചെയ്യാനെത്താതെ ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. അതിന് മറ്റൊരു ഉദ്ഘാടന ദിവസം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതേസമയം തന്നെ ഡെപ്യൂട്ടി മേയർ ആരോപണവുമായി രംഗത്തെത്തി കഴിഞ്ഞു. മേയറുടെ ഏകാധിപത്യമാണ് തൃശൂർ കോർപ്പറേഷനിൽ എന്നുള്ളത് കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറുടെ റൂമിലാണ് നിൽക്കുന്നത്. ഡെപ്യൂട്ടി മേയറുടെ റൂമിൽ TV വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ശുചിമുറി ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്ന ആരോപണം പ്രത്യക്ഷമായി ഉന്നയിക്കുമ്പോൾ ഡെപ്യൂട്ടി മേയർ തന്നെ അതിനെക്കുറിച്ച് നമ്മളോട് പറയുന്നു. ML റോസി. ഞാൻ ഈ
അരിസ്റ്റോ റോഡ് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ 2 കൗൺസിലേഴ്സിൻ്റെ അധീനതയിലുള്ളതാണ് സിന്ധു ആൻഡ് ചാക്കോളയുടെയും ലീല ടീച്ചറിൻ്റെയും അദ്ദേഹത്തിനുള്ള റോഡ്. അവർ ക്ഷണിച്ചപ്പോൾ തീർച്ചയായിട്ടും കൗൺസിലേഴ്സ് ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഉദ്ഘാടനത്തിന് പോയതാണ്. പോവരുത് എന്നൊരു നിർദ്ദേശം വന്നിരുന്നു? ഒരിക്കലും ഇല്ല. പോവരുതെന്നോ അതിൻ്റെ അകത്തൂടെ എന്നോട് അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. പിന്നീട് എപ്പോഴാണ് ഡേറ്റ് മാറ്റിയത് അറിഞ്ഞത്? ഡേറ്റ് മാറ്റിയത് അറിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ അവർ താക്കീത് തന്നെങ്കിൽ ഞാൻ പോവായിരുന്നില്ല. ഈ മേയറുടെ ഏകാധിപത്യം എന്ന് കൃത്യമായി തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡെപ്യൂട്ടി മേയർ ഞാൻ തുറന്ന് പറയുന്നവരില്ല. എന്ത് കാര്യ സംഭവം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭരണസമിതിയാണ് നടത്തുന്നത്. ഇതിന് മുടക്കുന്ന പൈസയും സംഖ്യ എന്തായാലും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോർപ്പറേഷനാണ്. അതിൽ ഭരിക്കാനായി മാത്രം മേയറും ഡെപ്യൂട്ടി മേയറും മറ്റുള്ള എല്ലാ കൗൺസിലേഴ്സും. ഈ തർക്കം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എവിടെ എത്തും എന്നാണ് ഡെപ്യൂട്ടി മേയർ കരുതുന്നത്? എനിക്ക് അങ്ങനെ ഒരില്ല. ഞാൻ എൻ്റെ സത്യസന്ധമായ കാര്യം ഞാൻ മുന്നോട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തള്ളക്കൊള്ള എന്തോ ആയിക്കോട്ടെ, ജനം അത് തിരഞ്ഞെടുത്തോട്ടെ. ഇതിൽ രാഷ്ട്രീയപരമല്ല, പക്ഷേ ഏകാധിപത്യം വളരെ മോശമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് മേയറോട് തന്നെ ചോദിക്കാം, അദ്ദേഹം മറുപടി പറയട്ടെ. തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിൻ്റെ പ്രതികരണം നമുക്കറിയാം. ഡെപ്യൂട്ടി മേയർ തുറന്നു പറയുകയാണ് അദ്ദേഹം ഏകാധിപതിയാണ് എന്നുള്ളത്. ഏകാധിപതി ആണോ എന്നുള്ളത് മേയറോട് തന്നെ ചോദിക്കാം. അങ്ങനെയുണ്ടോ? എനിക്ക് അറിയില്ല ഈ ഏകാധിപതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നും അറിയില്ല. കാരണം ഇത് ഒരു കോർപ്പറേഷനാണ്. ഇവിടെ ഏകാധിപതിയായി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ 55 കൗൺസിലർമാരെ ഉള്ളവരുടെ അഭിപ്രായ സമന്വയം വരുത്തി കൗൺസിലിൽ അംഗീകാരം നടപ്പിലാക്കുന്ന ഒരു വേദിയാണ് കൗൺസിൽ. അതിൻ്റെ അമരക്കാരൻ എന്ന നിലയ്ക്കാണ്, മേയർ എന്ന നിലയ്ക്കാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാവും ഡെപ്യൂട്ടി മേയർ ഇങ്ങനെ ആരോപണവുമായി രംഗത്ത് വരുന്നത്? അത് അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കേണ്ടി വരും. ഞാനായിട്ട് അങ്ങനെ ഒരു ആരോപണം വരാവുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്താണോ എന്ന് ചോദിച്ചാൽ അത് എനിക്കറിയില്ല. എന്താണ് ആൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സ്വതവേ അങ്ങനെ ഒരു കാരണം അദ്ദേഹം അത് പറയാൻ എനിക്ക് അങ്ങനെ പറയുമെന്ന് തോന്നില്ല. കാരണം ഇവരുടെ തുടക്കത്തിൽ തന്നെ ഇവർ ഡെപ്യൂട്ടി മേയറാവുന്ന സമയത്ത് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. കാരണം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് CPIയും CPMും തമ്മിൽ തർക്കം നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്തായാലും ML റോസിക്ക് ചിലപ്പോൾ നറുക്ക് വിടാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് പറഞ്ഞ നാവ് പൊന്നാവട്ടെ എന്നാ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അരിസ്റ്റോ റോഡിൻ്റെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഉദ്ഘാടനം പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് എന്തുകൊണ്ടാണ് ഡേറ്റ് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയത്? അതായത് നമ്മളൊരു പ്രവൃത്തി നടത്തുമ്പോൾ ഇതൊരു ഡിവിഷൻ്റെ വർക്കല്ല, ഇത് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ റോഡ് മാത്രമല്ല, നമുക്കിപ്പോൾ നോക്കാം, നമ്മുടെ കുറുക്കഞ്ചേരി റോഡ് 10 കോടി രൂപ മുടക്കിയിട്ടാണ്. ഇത് 1,30,00,000. ഇതുപോലെ കോടിക്കണക്കിന് നടത്തുന്ന പരിപാടികൾ ഇവിടെ ഇതിനു മുമ്പും നടന്നു വരുന്നത് ഒന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏതെങ്കിലും മന്ത്രിമാരെ വിളിക്കും. വലിയൊരു പ്രോജക്റ്റ് കേരളത്തിൽ ആദ്യമായിട്ടാണെങ്കിൽ നമ്മൾ CMനെ അവർ വിളിക്കും. അതനുസരിച്ച് ഒരു മന്ത്രിമാരെ വിളിച്ചത് നടത്താറുള്ളൂ. ഈ മുന്നണിക്കിടയിൽ പ്രത്യക്ഷമായി തന്നെ ഇങ്ങനെ ഒരു തർക്കം രംഗത്ത് വരുമ്പോൾ മുന്നണി ഇടപെടുകയോ മറ്റുണ്ടായിരുന്നു? എൻ്റെ അടുത്ത് ആരും തന്നെ ഈ വിഷയത്തിൽ എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഇന്ന് പത്രം നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ അവിടെ പോയിട്ട് ഉദ്ഘാടനം ചെയ്തു എന്നറിയുന്നത്. ഞാൻ അറിയുന്നത് ഇത് കാലത്താണ്. പക്ഷേ അതൊക്കെ ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും എനിക്കില്ല. കാരണം എന്താ, അവരെ നിയമിച്ചത് പാർട്ടിയാണ്. പാർട്ടിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പാർട്ടി ചോദിക്കും. എനിക്കതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അവരോടൊരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. പക്ഷേ അവർക്ക് ഇനി അത് എന്താണെന്ന് എനിക്കറിയാം, അവരോട് തന്നെ ചോദിക്കണം. ഭരണപക്ഷത്തെ വിള്ളലും പ്രത്യക്ഷ ആരോപണവുമായി മേയറും ഡെപ്യൂട്ടി മേയറും ഏറ്റുമുട്ടുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാജൻ ജയബലൻ പറയുന്നത് മറ്റൊന്നാണ്. തൃശ്ശൂർ കോർപ്പറേഷനിലെ മേയർ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞാൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലെ BJPയുടെ സ്ഥാനാർത്ഥിയാവുമെന്നാണ് അന്തരീക്ഷത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. സുരേഷ് ഗോപിയുമായിട്ടുള്ള അടുപ്പവും BJPയുമായിട്ടുള്ള അടുപ്പവും അത് വിളിച്ചറിയിക്കുന്നതാണ്. ഇത് പറയുന്നത് CPMൻ്റെ കൗൺസിലർമാർ തന്നെയാണ്. മേയർ BJP സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു, അതുപോലെ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ LDFൽ മേയർ ഉണ്ടാവില്ല എന്നൊക്കെ LDFിലെ കൗൺസിലർമാർ തന്നെയാണ് പറയുന്നത്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്ന അരിസ്റ്റോ റോഡ് ഉദ്ഘാടനത്തിന് മേയറായിരുന്നു കൗൺസിൽ തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ മേയർ പാടില്ല, CPMൻ്റെ മന്ത്രി വേണമെന്ന് LDF നേതൃത്വം കോർപ്പറേഷൻ തീരുമാനിക്കുകയാണ്. അതിന് കാരണമായത് മേയർ BJPയിലേക്ക് പോകുന്നു എന്ന ആ ഒരു തീരുമാനമാണ് ഇതിലേക്ക് വരുത്തി വെച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണപക്ഷത്തെ ശീതസമരം ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ പുറത്തു വരുമ്പോൾ വരും ദിവസങ്ങളിൽ എന്താകും നീക്കമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ഗൗരവമുള്ള ആരോപണങ്ങളും വരും ദിവസങ്ങളിൽ ചർച്ചയാവാതിരിക്കില്ല. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ.
ചേലക്കര ആറ്റൂർ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രി പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാത താണ്ടിയാണ് ആന ആറ്റൂരിലെത്തിയത്. ജോലി കഴിഞ്ഞ് വരികയായിരുന്ന ബൈക്ക് യാത്രികൻ അനീഷ് ആനയെ കണ്ട് ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. രോക്ഷാകുലരായ നാട്ടുകാർ സംസ്ഥാന പാത ഉപരോധിച്ചു. തങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും മരണഭീതിയോടെയാണ് ചേലക്കര ആറ്റൂർ മണലാടി പാറപ്പുറം നിവാസികൾ ജീവിക്കുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇതിനിടെ ചെറുതുരുത്തി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ റോഡ് ഉപരോധത്തിൽ പങ്കെടുത്തിരുന്ന നാട്ടുകാരായ ഗണേഷ് ആറ്റൂർ, മോജു മോഹൻ എന്നിവരുടെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് സംഘർഷാവസ്ഥ രൂക്ഷമാക്കി. തുടർന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനയെ കാട്ടിൽ കയറ്റിവിട്ടു. പോലീസിന്റെയും വനപാലകരുടെയും നിരീക്ഷണം ശക്തമാക്കണമെന്ന് ഉറപ്പു നൽകിയതോടെ പുലർച്ചെ 2 മണിയോടെയാണ് സംസ്ഥാനപാത ഉപരോധം അവസാനിപ്പിച്ചത്. കാലടി പ്ലാന്റേഷന്റെ കല്ലാല എസ്റ്റേറ്റിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഏകദേശം 10 വയസ്സ് പ്രായമുള്ള ആനയുടെ ജഡമാണ് തേക്ക് തോട്ടിനടുത്ത് തോട്ടിൽ കണ്ടത്. ജോലിക്കെത്തിയ തോട്ടം തൊഴിലാളികൾ വിവരം പ്ലാന്റേഷൻ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് അതിരപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജിഷ്മ ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ വനപാല സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടത്തുമെന്ന് വാഴച്ചാൽ DFO സുരേഷ് ബാബു അറിയിച്ചു. തുടർച്ചയായി പുലി ഇറങ്ങുന്ന സാഹചര്യത്തിൽ വെറ്റിലപ്പാറ നിവാസികൾ ഭീതിയിൽ. കഴിഞ്ഞ ദിവസം പുലി വളർത്തുനായയെ ആക്രമിച്ചു. വീടിന്റെ സിറ്റൌട്ടിൽ കെട്ടിയിരുന്ന നായയാണ് ആക്രമിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മലക്കപ്പാറയിൽ വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ പുലി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. പാലിയേക്കര ടോൾ പിരിവ് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും കരാർ കമ്പനിക്കാർക്കെതിരെ രംഗത്ത് വരണമെന്ന് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ വന്നാൽ സംസ്ഥാന സർക്കാർ അതിനെ നേരിടണമെന്നും DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജർ പറഞ്ഞു. DCCയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലിയേക്കര ടോൾ കരാർ കമ്പനിയുടെ വീഴ്ചകളും ലംഘനങ്ങളും ഹൈക്കോടതി തന്നെ ശരിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിലെ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കരാർ കമ്പനിയും NHAIയും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചാൽ അതിനെതിരെ സർക്കാർ സുപ്രീംകോടതിയിൽ ഹാജരായി കേസ് നടത്തണം. സംസ്ഥാനത്തെ ജനങ്ങളുടെ സുരക്ഷയും യാത്രാ സൗകര്യവും സുഗമമാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും ജനങ്ങളുടെ യാത്രാ സൗകര്യം തകരാറിലായെന്നും കോടതി പരാമർശിച്ചിട്ടുണ്ട്. കളക്ടറുടെ ടോൾ കളക്ഷൻ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. സുഗമമായ യാത്ര അസാധ്യമാണെന്ന് കളക്ടർ നിർദ്ദേശിച്ച സമിതി കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുകയാണ് സർക്കാർ ചെയ്തത്. കരാർ ലംഘനങ്ങൾ നടക്കുന്നുവെന്നും സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിലെ പരിഹാര നിർദ്ദേശങ്ങൾ ഇനിയും നടപ്പിലാക്കിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി കരാറിൽ നിന്ന് ഒഴിവാക്കാനും പിഴ ഈടാക്കി ലഭിക്കുന്നതിനും NHAI അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നൽകിയ കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ച ഒഴിവായത് കമ്പനിയെ സഹായിക്കുന്ന നിലപാടാണ്. 2028 ജൂൺ വരെയാണ് കരാർ കമ്പനിക്ക് ടോൾ പിരിക്കാനുള്ള കരാർ നിലവിലുള്ളതെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. പാലിയേക്കരയിൽ ടോൾ പിരിവ് കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി നഷ്ടപരിഹാരം നൽകേണ്ടി വരും. കരാർ പ്രകാരമുള്ള വ്യവസ്ഥ പ്രകാരമാണ് നഷ്ടപരിഹാര തുക ലഭിക്കേണ്ടത്. നിലവിൽ ടോളിന് ആനുപാതികമായ തുക എത്രയാണോ അത് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക് നൽകേണ്ടി വരുമെന്നാണ് സൂചന. ഗതാഗതക്കുരുക്കിന് കാരണം അടിപ്പാത നിർമ്മാണ കമ്പനിയായ PSA ആണെന്ന് ടോൾ കമ്പനിയുടെ ആരോപണം. ഇതേസമയം പുതുക്കാട്, പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണം മൂലം മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ ഗതാഗതക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. പഴയന്നൂർ ചെറുകര മേപ്പാടത്തുപറമ്പിൽ അടുക്കളയിലെ പാചകവാതകത്തിൽ നിന്നും തീ പടർന്ന് യുവതിക്കും കുഞ്ഞിനും പരിക്കേറ്റു. പഴയന്നൂരിലെ ഓട്ടോ തൊഴിലാളിയായ തെഞ്ചിരിയിൽ വീട്ടിൽ അരുൺകുമാറിന്റെ ഭാര്യ സന്ധ്യ, മകൾ അനുശ്രീ എന്നിവർക്കാണ് പൊള്ളലേറ്റത്.
വലിയ ശബ്ദത്തോടെ അടുക്കളയിലെയും ഹാളിലെയും ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിച്ചു. ശബ്ദം കേട്ട് പരിസര പ്രദേശങ്ങളിലുള്ളവർ ഓടിയെത്തി. പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ സന്ധ്യ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കരാട്ടെ പരിശീലകയായ നവവധുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്നമനട എടയാറ്റൂർ സ്വദേശി ആലങ്ങാട്ടുകാരൻ വീട്ടിൽ നൌഷാദിന്റെ മകൾ 23 വയസ്സുള്ള ആയിഷയാണ് കിടപ്പുമുറിയിൽ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. കഴിഞ്ഞ ജൂലൈ 13-നായിരുന്നു വിവാഹം. ഭർത്താവ് ചേലക്കര സ്വദേശി നീണ്ടൂർ വീട്ടിൽ മുഹമ്മദ് ഇഹ്സാൻ ഒരാഴ്ച മുൻപാണ് വിദേശത്തേക്ക് തിരിച്ചുപോയത്. കസാക്കോ കരാട്ടെ ഇന്ത്യയുടെ പരിശീലകയായ ആയിഷ ചാലക്കുടി പനമ്പിള്ളി കോളേജിലെ PG വിദ്യാർത്ഥിനിയാണ്. തുടർച്ചയായി സംസ്ഥാന ചാമ്പ്യനായ ഇവർ മാള സേക്രഡ് ഹാർട്ട് സ്കൂൾ, മാള കാർമൽ കോളേജ്, സ്നേഹഗിരി ഹോളി ചൈൽഡ് സ്കൂൾ, പാലിശ്ശേരി SLDP ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ കരാട്ടെ പരിശീലകയാണ്. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ അടിപ്പാത ആവശ്യവുമായി നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക്. ഗണേശമംഗലത്തു നിന്നും മേപ്രങ്ങാട്ട് ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തുകൂടി നടുവിൽക്കര പുത്തില്ലത്തു ക്ഷേത്ര ജംഗ്ഷൻ വരെ 18 അടി വീതിയിൽ ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിൽ 75 വർഷത്തിലധികം പഴക്കമുള്ള ടാറിട്ട പഞ്ചായത്ത് റോഡാണ് പ്രധാന സഞ്ചാരപാതയായിരുന്നത്. 4ഓളം വാർഡുകളിലെ 100 കണക്കിന് കുടുംബങ്ങൾ വാടാനപ്പള്ളി വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, രജിസ്ട്രാർ ഓഫീസ്, വ്യാപാര സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, ആശുപത്രികൾ എന്നിവയിലേക്ക് പോകുന്ന പ്രധാന റോഡാണ് ബൈപ്പാസ് വന്നതോടെ വെട്ടിമുറിക്കപ്പെട്ടത്. ഇതോടെ ഇവിടുത്തുകാർക്ക് കിലോമീറ്ററുകൾ ചുറ്റി വേണം ഇവിടങ്ങളിലെത്താൻ. പ്രധാനപ്പെട്ട ഈ റോഡിന് തെക്കുഭാഗത്തായി നടുവിൽക്കരയെ വാടാനപ്പള്ളിയുമായി ബന്ധിപ്പിക്കുന്ന മറ്റു 3 ഗ്രാമീണ റോഡുകളും നിർദ്ദിഷ്ട ബൈപ്പാസ് മൂലം അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ കിലോമീറ്റർ ദൂരം കൂടുതലായി യാത്ര ചെയ്ത് ദുരിതം അനുഭവിക്കുകയാണ് ഇവിടുത്തെ സാധാരണക്കാരെന്നും ഇത് ധനനഷ്ടത്തിനും സമയനഷ്ടത്തിനും കാരണമായതായും തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. പെണ്ണുങ്ങൾ ഇതിലൂടെ ജോലിക്ക് കൂട്ടണം. അവരൊക്കെ ഉണ്ടല്ലോ ഒരു 60 റുപ്യ 50 റുപ്യ നേരം വൈകുമ്പോൾ ഇതിൻ്റെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോണ വഴിക്ക് ഇപ്പോൾ ഒരു 110 റുപ്യ വേണം. ആർക്ക് അബദ്ധം പറ്റിയെന്നല്ല പറഞ്ഞു. നമുക്കത് റോഡ് എങ്ങനെ തുറന്നു കിട്ടണം? ഒരു സുപ്രഭാതത്തിൽ അടച്ചു. കിഴക്കേ റോഡിൽ പടിഞ്ഞാറ് റോഡിൽ ഈ അമ്പലം വരെ വെള്ളം നീന്തിച്ചു വരും. അന്നും ഈ വഴിയുണ്ട്. ആ വഴിയാണ് ഇപ്പൊ ഈ അടച്ചിരിക്കുന്നത്. ഗണേശമംഗലം നടുവിൽക്കര പുത്തലത്ത് റോഡ് NH 66 കൂട്ടിമുട്ടുന്ന വന്നേരിപ്പറമ്പ് മുട്ടുകായൽ പാലം ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്നും 100 കണക്കിന് ജനങ്ങളുടെയും വാഹനങ്ങളുടെയും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. അതിനായി സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. വഴിയിട്ട് ഞങ്ങൾക്ക് റോഡ് തരുന്നിട്ട് ഒരു രാത്രി ഇവിടെ റോഡ് ഉണ്ടായിപ്പോയി. ഒരു 1,500 വീട്ടുകാർ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് എങ്ങനെ പോവുക? ഒരു ഹിന്ദു മരിച്ചാലും മുസ്ലിം മരിച്ചാലും ക്രിസ്ത്യൻ മരിച്ചാലും കൊണ്ടുപോകണ വഴിയാണ്. ഒരു രോഗിനെ കൊണ്ടുപോകണമെങ്കിൽ അത്ര ബുദ്ധിമുട്ടല്ലേ? TCV ന്യൂസ്, തൃപ്രയാർ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 12 വരെ നീട്ടിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ മാസം 9, 10 തീയതികളിൽ തുറന്നു പ്രവർത്തിക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി അപേക്ഷകളും ആക്ഷേപങ്ങളും സമർപ്പിക്കുന്നവരുടെ സൗകര്യം പരിഗണിച്ചാണ് പൊതു അവധി ദിവസങ്ങൾ പ്രവൃത്തി ദിനമാക്കാൻ നിർദ്ദേശം നൽകിയത്. ഈ ദിവസങ്ങളിൽ ഓഫീസിൽ ഹാജരാകുന്ന അപേക്ഷകർക്ക് ഹിയറിംഗും ഒഴിവാക്കുന്നതിനുള്ള ആക്ഷേപങ്ങൾ നേരിട്ട് സ്വീകരിക്കുന്നത് ഉൾപ്പെടെ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും ചെയ്യേണ്ടതാണെന്ന് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരോട് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു.
ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ സൈമൺ തെക്കത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സ്കൂൾ PTA രംഗത്ത്. സ്കൂളിലെ ബോട്ടണി അധ്യാപകനായ സൈമൺ തെക്കത്ത് സ്കൂളിൽ കൃത്യമായി ഹാജരാകാതെ പ്രിൻസിപ്പാളിന്റെ ഒത്താശയോടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടുകയും പുറത്തുനിന്നുള്ള ഒരാളെ പകരക്കാരനായി ഏർപ്പാടാക്കി ശമ്പളം കൈപ്പറ്റുകയാണെന്നും PTA അംഗങ്ങൾ തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹയർ സെക്കൻഡറി വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പുതുതായി ചാർജ് എടുത്ത ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ PTA കമ്മിറ്റിയുമായി കൂടിയാലോചിക്കുന്നില്ലെന്നും തികച്ചും ഏകപക്ഷീയമായ രീതിയിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. പ്രിൻസിപ്പാളിന്റെയും അധ്യാപകന്റെയും തെറ്റായ നടപടികൾക്കെതിരെ പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും PTA ഭാരവാഹികൾ പറഞ്ഞു. PTA പ്രസിഡന്റ് സൗമ്യ രമേശ്, PTA വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുളിഞ്ചോട്, MPTA പ്രസിഡന്റ് സുഹറ മൂസ, EP ഗോപൻ, ഉദയ് തോട്ടപ്പിള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൺലൈൻ ഭക്ഷ്യവിതരണ ഏജൻസിയിൽ നിന്ന് ഓർഡർ ചെയ്തെത്തിയ ചിക്കൻ ഷവായ് മന്തിയിൽ ചിക്കന്റെ എല്ലുകൾ. മനക്കുടിയിലുള്ള സ്റ്റുഡിയോ ഉടമയാണ് ഇക്കാര്യം വീഡിയോയിലൂടെ പങ്കുവച്ചത്. 4 പീസ് ചിക്കന്റെ എല്ലുകളാണ് മാംസമില്ലാത്ത പാർസലിൽ നിന്ന് ലഭിച്ചത്. ഓൺലൈൻ ഭക്ഷ്യവിതരണ ശൃംഖലയായ സൊമാറ്റോ വഴി വീട്ടിലേക്ക് റൈസ് വിത്ത് മന്തി ക്വാർട്ടർ ഓർഡർ നൽകി 300 രൂപയ്ക്ക് പൂങ്കുന്നത്തെ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം മനക്കുടിയിലെ സ്റ്റുഡിയോ നടത്തുന്ന റിജോയുടെ വീട്ടിലെത്തുന്നത്. റൈസും ചിക്കനും വെവ്വേറെ പാത്രത്തിൽ ഒരു കഷ്ണം എടുത്ത് കഴിച്ച ശേഷം ബാക്കിയുള്ളത് പാത്രത്തിലേക്കിട്ടപ്പോൾ 4 എല്ലിൻ കഷ്ണങ്ങൾ വന്നു വീണു. എല്ലിനു ചുറ്റും മാംസമുണ്ടായിരുന്നില്ല. ഭക്ഷണാവശിഷ്ടം പാക്ക് ചെയ്ത് അയച്ചതാണെന്നാണ് റിജോയുടെ പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഭക്ഷണം കൊടുത്തയച്ച ഹോട്ടലിലേക്ക് വിളിച്ചന്വേഷിച്ചു. ജ്യൂസി ടൈപ്പ് ചിക്കൻ ആയതുകൊണ്ട് ചിക്കൻ വേർതിരിയും എന്നാണ് അവർ നൽകിയ മറുപടി. ഇത് സംബന്ധിച്ച പരാതി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി റിജോ പറഞ്ഞു. നിയമക്കുരുക്കിലുള്ള കേസുകൾക്ക് പരിഹാരം കാണാൻ ESIC ആനംസ്റ്റി സ്കീം പ്രഖ്യാപിച്ചു. ഒക്ടോബർ 1 മുതൽ അടുത്ത വർഷം സെപ്റ്റംബർ 30 വരെ സ്കീം പ്രാബല്യത്തിലുണ്ടാകും. അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കോടതി കേസുകൾ, നിലവിൽ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ, കവറേജ് സംബന്ധിച്ചവ, ക്രിമിനൽ കേസുകൾ, ഇൻഷുർ ചെയ്ത വ്യക്തികളുടെ കേസുകൾ, കാലപ്പഴക്കം ചെന്ന കേസുകൾ എന്നിവ ഈ കാലയളവിൽ പരിഗണിക്കും. മിഷൻ ക്വാർട്ടേഴ്സിന് സമീപം പുതിയതായി തുറന്നുകൊടുത്ത അരിസ്റ്റോ റോഡിൽ മരങ്ങളുടെ കൊമ്പുകൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നതിൽ വലിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം മരുന്ന് സപ്ലൈക്കായി പോയിരുന്ന സ്വകാര്യ കമ്പനിയുടെ വാഹനം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ മരത്തിൽ തട്ടി അപകടമുണ്ടായി. റോഡിലേക്കുള്ള മരത്തിന്റെ ശാഖകൾ വെട്ടിമാറ്റി വാഹനയാത്ര സുഗമമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ സംസ്ഥാന സർക്കാർ പൈതൃക കോളേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ PG ബ്ലോക്കിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു PG ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, സെക്രട്ടറി P. ബിന്ദു, കേരളവർമ്മ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K. ജയനിഷ, കൺവീനർമാരായ വിശ്വാസ് B. നാഥ്, ഡോക്ടർ രാജേന്ദ്രൻ പടിഞ്ഞാറേക്കരമേൽ എന്നിവർ പങ്കെടുത്തു. ജനാധിപത്യ മതേതര കൂട്ടായ്മയായ സമദർശി സംഘടിപ്പിക്കുന്ന ഫ്രീഡം ഗാന്ധി 169 ഡേയ്സ് കലാപ്രദർശനത്തിന് ഈ മാസം 9-ന് തൃശൂർ കേരള ലളിതകലാ അക്കാദമിയിൽ തുടക്കമാകും. ഇന്ത്യയിലെ വർഗീയ ശക്തികൾക്കെതിരെ ഗാന്ധിജി അവസാന 2 വർഷങ്ങളിൽ നടത്തിയ പോരാട്ട ഭൂമിയിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിച്ച് തയ്യാറാക്കിയ കലാപ്രദർശനമാണ് കേരള ലളിതകലാ അക്കാദമി അങ്കണത്തിൽ നടക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6:30 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രമുഖ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ പങ്കെടുക്കും. 10 ദിവസം നീണ്ടുനിൽക്കുന്ന കലാപ്രദർശനത്തിൽ ഓരോ ദിവസങ്ങളിലും വൈകിട്ട് 5:30 പ്രമുഖരുടെ പ്രഭാഷണമുണ്ടായിരിക്കും. 17 വൈകിട്ട് 6 ആനന്ദ് പട്വർദ്ധന്റെ വസുദൈവ കുടുംബകം എന്ന സിനിമ പ്രദർശിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ കവി ഡോക്ടർ C. രാവുണ്ണി, E. സലാവുദ്ദീൻ, PL ജോമി, രഹന P. ആനന്ദ്, T. സത്യനാരായണൻ എന്നിവർ പങ്കെടുത്തു. ഹരിത കേരളം മിഷൻ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ എരുമപ്പെട്ടി പഞ്ചായത്ത് തല ഉദ്ഘാടനം കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷനോജ് അധ്യക്ഷനായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ശ്രീഷ്മ, പ്രധാന അധ്യാപിക KM ശ്രീജാബായ്, KP അനുഗ്രഹ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് തീരക്കടലിൽ കവരുപൂത്തു.
നീലനിറത്തിൽ ജലോപരിതലത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് കവര് എന്ന ബയോലൂമിനെസൻസ്. കുംബ്ലിംഗി നൈറ്റ്സ് എന്ന സിനിമയിലൂടെയാണ് കവരിന് ഏറെ പ്രചാരം ലഭിച്ചത്. വെള്ളത്തിൽ കാണുന്ന ഏകകോശധാരികളായ സസ്യ പ്ലാങ്ക്ടൺ വിഭാഗത്തിൽ വരുന്ന നൊക്ടിലുക്ടോസ്റ്റിലൻസ് എന്നീനം ജീവികളുടെ ജൈവദീപ്തിയാണ് കവര്. ഇവയുടെ കോശത്തിൽ അനേകായിരം ചെറുപൊട്ടുകൾ പോലെ കാണുന്ന സിൻഡ്രിലൻസ് എന്ന കോശാംഗങ്ങളാണ് ഈ ജൈവദീപ്തിക്ക് കാരണം. കാഞ്ഞിരശ്ശേരി ഗാന്ധി മെമ്മോറിയൽ LP സ്കൂളിൽ വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ ഷിജിത്ത്, വിജീഷ്, വി രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ്. സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ എടുക്കേണ്ട മുൻകരുതലുകൾ ക്ലാസിൽ അവതരിപ്പിച്ചു. തേശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ വർഗീസ് പാത്താടൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജെയിൻ കടവിൽ, ജനറൽ കൺവീനർ ജോയ് കളിയാത്തുപറമ്പിൽ, കൈകാര്യന്മാരായ ഷിബു കളിയാത്തുപറമ്പിൽ, ആന്റണി വേലിക്കകം എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് തിരുനാൾ. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ വയോധികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എറവ് സ്വദേശി വടക്കൂട്ട് വീട്ടിൽ വേലായുധന്റെ ഭാര്യ 76 വയസ്സുള്ള ലീലയെയാണ് തെക്കേ ചിറ്റാഞ്ഞൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കോടാലി LP സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് തകർന്നതിലെ അഴിമതിക്കെതിരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ, ഷാഫി കല്ലുപറമ്പിൽ, CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, പ്രവീൺ M കുമാർ, AB പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് പൂമംഗലം മണ്ഡലം സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. വൈകിട്ട് 3-ന് നടക്കുന്ന സമ്മേളനം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാണൻ ഉദ്ഘാടനം ചെയ്യും. ജോമോൻ ജോൺസൺ, വിനോദ് ചേലൂക്കാരൻ, വത്സ ആൻഡ്രു, TO റാഫി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രവാസി കൂട്ടായ്മയായ തിരനോട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 10-ന് ക്രൈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ആദരണീയവും കഥകളിയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. KN പിഷാരടി കഥകളി ക്ലബിന്റെ ക്രൈസ്റ്റ് കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മുതിർന്ന കഥകളി കലാകാരന്മാരെ ആദരിക്കുന്നത്. രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങിൽ മുതിർന്ന കഥകളി കലാകാരന്മാരായ കലാമണ്ഡലം KG വാസുദേവൻ കോട്ടയ്ക്കൽ കുഞ്ഞിരാമൻ എന്നിവരെ ദക്ഷിണ നൽകി ആദരിക്കും. തുടർന്ന് ഇരിയമ്മൻ തമ്പി രചിച്ച കീചകവധം കഥകളിയുടെ സമ്പൂർണ്ണ അവതരണവും നടക്കും. ഭാരവാഹികളായ രമേശൻ നമ്പീശൻ, അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ, PS രാമസ്വാമി, ശശികുമാർ തോട്ടുപുറം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേർപ്പ് CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഥകളി പഠന ക്ലാസ് നടത്തി. കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. പ്രധാന അധ്യാപിക PM രജനി, സ്റ്റാഫ് സെക്രട്ടറി KB മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ തോമസ് തടത്തിമാക്കൽ സഹകാർമ്മികനായിരുന്നു. കൈകാര്യന്മാരായ ഷാജൻ കുറിയെടുത്ത, ജോഷി ഐനിൽ കണ്ണത്ത്, രാജേഷ് ചേലപ്പുറത്ത്, ജനറൽ കൺവീനർ വർഗീസ് പാലാട്ടി എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് തിരുനാൾ. എരുമപ്പെട്ടി പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ്, കൊടുമ്പിൽ മുരളി, സുമന സുഗതൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി എന്നിവർ പങ്കെടുത്തു. പഴയന്നൂർ കർഷക സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകാരി സംഗമം നാളെ നടക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് പ്രസിഡന്റ് PK മുരളീധരൻ, വൈസ് പ്രസിഡന്റ് C ശ്രീകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ദിനാചരണവും റാലിയും നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് MS ജയശ്രീ, പ്രിൻസിപ്പൽ ജയശങ്കർ, സാമൂഹ്യശാസ്ത്ര ക്ലബ് കൺവീനർ സിന്ധു, ഷെറീന, സ്വപ്ന, ശ്രീജ, നവാസ് വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് യുദ്ധവിരുദ്ധ സന്ദേശം കൈമാറി. വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. കൈപ്പറമ്പ് പഞ്ചായത്തിൽ കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ CPM പഞ്ചായത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ കാൽനട ജാഥയ്ക്ക് തുടക്കമായി. പഞ്ചായത്തിൽ 3 ദിവസങ്ങളിലായി പര്യടനം നടത്തുന്ന ജാഥയുടെ ഉദ്ഘാടനം CPM പുഴയ്ക്കൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സുഭാഷ്, ജാഥ ക്യാപ്റ്റൻ K കണ്ണന് പാർട്ടി പതാക നൽകി നിർവഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം മിനി ബാബു അധ്യക്ഷത വഹിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ KK ഉഷ, CPM കൈപ്പറമ്പ് ലോക്കൽ സെക്രട്ടറി ശ്രീജിത്ത്, കൈപ്പറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ, CPM പേരാമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കിഴക്കുംപാട്ടുകര ആസ്ട്ര ആർട്സ് കൾച്ചറൽ ക്ലബിന്റെ കുമ്മാട്ടി മഹോത്സവം നോട്ടീസ് പ്രകാശനം ഓൾ കേരള കുമ്മാട്ടി സംഘം പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി ശ്രീജിത്ത് വാഗയിൽ, ജോയിന്റ് സെക്രട്ടറി ജീവൻ ഫ്രാൻസിസ്, പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രേയസ് തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് ഹൈസ്കൂളിലെ സ്കൂൾ കലോത്സവം പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സജീഷ് മാധവൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക VR ഷില്ലി സംസാരിച്ചു. കലോത്സവം നാളെ സമാപിക്കും. എന്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തു തരാം. നമുക്ക് നല്ലൊരു കലോത്സവം ആവട്ടെ ഈ വർഷത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്തവണ നിങ്ങളുടെ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വാണിജ്യം. ലോകത്തിലെ മുൻനിര ലേഡീസ് ഇന്നർവെയർ ബ്രാൻഡ് കമ്പനികളിലൊന്നായ സിവാമിയുടെ തൃശൂരിലെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. റിലയൻസ് ഗ്രൂപ്പിന്റെ മറ്റൊരു സംരംഭമാണ് സിവാമി. തൃശൂർ ഹൈലൈറ്റ് മാളിലെ 2ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച സിവാമിയുടെ പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം സ്റ്റാർ PVC പൈപ്പ് MD ലിഷ ബോബി നിർവഹിച്ചു. സിവാമി CEO ലാവണ്യ പച്ചീസിയ, സിവാമി ഫ്രാഞ്ചൈസി ഉടമ കാമാക്ഷി രാംകുമാർ, കുടുംബാംഗങ്ങൾ, സിവാമി കമ്പനി പ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധതരം ലേഡീസ് ഇന്നർ വയറുകൾ, ലോങ് വെയറുകൾ, ഷേപ്പ് വെയറുകൾ, വയേർഡ് ആൻഡ് നോൺ വയേർഡ് തുടങ്ങി ലേഡീസ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9633367890. തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ പുഴയ്ക്കൽ നെസ്റ്റോയിൽ വിലക്കുറവിന്റെ പൂരമൊരുക്കി ബിഗ് സെയിൽസിന് വെള്ളിയാഴ്ച മുതൽ തുടക്കമാകും. വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ പുഴയ്ക്കൽ നെസ്റ്റോയിൽ നിരവധി നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷ്യവിഭവങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, പച്ചക്കറി, പലചരക്ക്, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, വസ്ത്രങ്ങൾ എന്നിവ വൻ വിലക്കുറവിൽ ലഭിക്കും. നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 799 രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ സ്മാർട്ട് TV അടക്കമുള്ള സമ്മാനങ്ങൾ നേടാനുള്ള സുവർണാവസരവും ഒരുക്കിയിട്ടുണ്ട്. നെസ്റ്റോയുടെ ഓഫറുകൾ എപ്പോഴും ഇരുകൈയും കണ്ടി സ്വീകരിച്ചതിന് തൃശ്ശൂരിലെ ജനങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. അതിഗംഭീര ഓഫർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല ബിഗ് ഡേയ്സിൻ്റെ ഭാഗമായിട്ട്. ബിഗ് ഡേയ്സ് എന്നുള്ള ഏറ്റവും വലിയൊരു ഓഫർ, ഏറ്റവും അതിശയിപ്പിക്കുന്ന പ്രൈസിങ്ങും കാര്യങ്ങളുമാണ് എല്ലാ കാറ്റഗറിയിലും നമ്മൾ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഫാഷനിൽ നമ്മൾ അപ് ടു 70% വരെ ഡിസ്കൗണ്ടുകളിൽ നിങ്ങൾക്ക് നേടാം എല്ലാ ഗാർമെൻറ്റ്സ് മെറ്റീരിയലിനും. പിന്നെ അതേമാതിരി നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ വരുവാണെങ്കിൽ ഗിഫ്റ്റ് കാർഡ്, ക്യാഷ് വൗച്ചേഴ്സ്, ഇലക്ട്രോണിക്സ് പരമായിട്ട് TV-ക്കായാലും സ്മാർട്ട് വാച്ചിനായാലും ലാപ്ടോപ്പിനായാലും ഒരുപാട് ഗിഫ്റ്റ് വൗച്ചേഴ്സ് കസ്റ്റമേഴ്സിന് ലഭ്യമാവും. പിന്നെ ഏറ്റവും വലിയ ഓണത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും മിനിമം ഒരു 799 രൂപയ്ക്കോ അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക്
ലക്കി ഡ്രോയിലൂടെ നിരവധി സമ്മാനങ്ങളാണ് നേടാൻ പറ്റുന്നത്. കാരണം സ്മാർട്ട് TV, മിക്സി, അങ്ങനെ ഒരുപാട് ഐറ്റംസാണ് നമ്മളതിനകത്ത് ലക്കി ഡ്രോയിലൂടെ സമ്മാനങ്ങൾ വെച്ചിരിക്കുന്നത്. നെസ്റ്റോ ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായി 70% വരെ വിലക്കുറവിലാണ് വിൽപ്പന. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിസ്മയിപ്പിക്കുന്ന ഓഫറുകളോടെ ഷോപ്പിംഗിൽ അത്ഭുതങ്ങൾ തീർക്കുകയാണ് പുഴയ്ക്കൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ഉപഭോക്താക്കൾക്കായി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ സജ്ജമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8089486555. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീനാരായണപുരം പള്ളിനടയിൽ വീട്ടുജോലിക്കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് സ്വർണ്ണമാല കവർന്നു. പനങ്ങാട് സ്വദേശിനി ജയയ്ക്കാണ് കുത്തേറ്റത്. പ്രതി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കോർപ്പറേഷനിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മേയറും ഡെപ്യൂട്ടി മേയറും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേയർ MK വർഗീസ് തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായേക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. ചേലക്കര ആറ്റൂരിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. തുടർച്ചയായി ആന ഇറങ്ങുന്നത് വനം വകുപ്പിന്റെ വീഴ്ചയാണെന്ന് നാട്ടുകാർ. കാലടി കല്ലാല എസ്റ്റേറ്റിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. പാലിയേക്കര ടോൾ പിരിവ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. ടോൾ കരാർ കമ്പനിയെ പുറത്താക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുക്കണമെന്നും ജോസഫ് ടാജറ്റ്. പഴയന്നൂർ ചെറുകര മേപ്പാടത്തുപറമ്പിൽ അടുക്കളയിലെ പാചകവാതകത്തിൽ നിന്ന് തീ പടർന്ന് അമ്മയ്ക്കും മകൾക്കും പൊള്ളലേറ്റു. പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലിയ ശബ്ദത്തോടെ അടുക്കളയിലെയും ഹാളിലെയും ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിച്ചതായി നാട്ടുകാർ. കരാട്ടെ പരിശീലകയായ നവവധു വീട്ടിൽ മരിച്ച നിലയിൽ. അന്നമനട എടയാറ്റൂർ സ്വദേശിനി ആയിഷയാണ് മരിച്ചത്. യാത്രാ ദുരിതത്തിൽ വലഞ്ഞ നാട്ടുകാർ. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ അടിപ്പാത വേണമെന്നാവശ്യമായി പ്രദേശവാസികൾ രംഗത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.